1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച് ശതാഭിഷേകവും കടന്ന് നവതിയുടെ നിറവിൽ നിൽക്കുന്ന ചുട്ടുമണ്ണിൽ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട രാജമ്മ അമ്മയുടെ നവതി വന്ദനം ആഘോഷിക്കുന്ന ഈ ധന്യനിമിഷത്തിൽ ചുട്ടുമണ്ണിൽ കുടുംബത്തിലെയും എഴുമറ്റൂരിലെയും സ്നേഹദീപ്തികൾ സംഗമിക്കുന്ന ഈ മനോഹര സായാഹ്നത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമ്മുടെ ഹൃദയത്തിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം പകർന്നു തന്ന പ്രിയപ്പെട്ട അമ്മയുടെ ജീവിതയാത്രയുടെ ഒരു ലഘു ചിത്രീകരണം കാണാം. കാലം മിഴി തുറന്നങ്ങനെ നോക്കി നിന്നു. കൊല്ലവർഷം 1111 ആണ്ട് തുലാമാസം 1932 നവംബറിൽ ഉത്രാടം നക്ഷത്രത്തിൽ തെള്ളിയൂർ പെരിച്ചേരിയിൽ കൃഷ്ണപിള്ളയുടെയും എഴുമറ്റൂർ ചുട്ടുമണ്ണിൽ കൊച്ചുപെണ്ണമ്മയുടെയും മകളായി ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം എഴുമറ്റൂർ ഗവൺമെന്റ് സ്കൂളിൽ പൂർത്തിയാക്കി. അയിരൂർ ചെമ്പോംതുരുണ്ടിയിൽ ശ്രീനാരായണ പിള്ളയുടെയും എഴുമറ്റൂർ ആദ്രപ്പള്ളി കുടുംബത്തിൽ പതാലിൽ വീട്ടിൽ ശ്രീമതി കല്യാണി അമ്മയുടെയും മകനായ ശ്രീ ശിവരാമൻ നായരുടെ സഹധർമ്മിണിയായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ശിവരാമൻ നായർക്കൊപ്പം കച്ചവട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം നയിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കലാസബരിയിൽ സജീവ പങ്കാളിയാവുകയും ചെയ്തു. എഴുമറ്റൂർ സെൻട്രൽ ആർട്സ് ക്ലബിൻ്റെ തൂവലും തൂമ്പയും എന്ന നാടകത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത് കാണികളെ തൻ്റെ ഹാസ്യപ്രകടനത്തിലൂടെ ചിരിയുടെ മായാപ്രപഞ്ചത്തിലെത്തിച്ച കലാകാരനായ ശിവറാം എന്ന ശിവരാമൻ നായർ റിഹേഴ്സൽ ക്യാമ്പുകളെ ഊർജ്ജസ്വലമാക്കുകയും നാടകവേദികളെ തൻ്റെ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ അനശ്വരമാക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നു. 962 കാലഘട്ടത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ, ഭൂമിയിലെ മാലാഖ, തീപിടിച്ച ആത്മാവ്, താഴ്വരയിലെ കൊടുങ്കാറ്റ് തുടങ്ങി 20-ലധികം നാടകങ്ങളിൽ അഭിനയിച്ച ഹാസ്യ സാമ്രാട്ട് 1996 ജൂലൈ 12 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. സ്വന്തം ജീവിതം കൊണ്ടും അതിൽ പുലർത്തുന്ന സത്യസന്ധത കൊണ്ടും ചിട്ടയായ ജീവിതചര്യ കൊണ്ടും സൂര്യശോഭയാർന്ന ഒരു മാതൃകാ ജീവിതമാണ് നമ്മുടെ അമ്മയുടേത്. 1000 പൗർണമികളുടെ ശോഭയോടെ ശതാഭിഷേകവും കടന്ന് നവതിയുടെ നിറവിലെത്തി നിൽക്കുമ്പോൾ ഭൗതികവും ആത്മീയവും ബൗദ്ധികവുമായ എല്ലാ അറിവുകളും നൽകി ആയുരാരോഗ്യ സൗഖ്യത്തോടെ അനേക വർഷക്കാലം ജീവിക്കുവാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം അമ്മയ്ക്കുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സഹോദരിയായും വാത്സല്യനിധിയായ അമ്മയായും മുത്തശ്ശിയായും ഞങ്ങൾക്കൊപ്പമുള്ള പ്രിയപ്പെട്ട അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സഹസ്രകോടി പ്രണാമം.